ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മകരം 1-ാം തീയതിയാണ്. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇന്ന് താലപ്പൊലിയാണ്. അപ്പം ഞാനും കുഞ്ഞാപ്പി അച്ഛനും അമ്മയൊക്കെ കൂടി താലപ്പൊലിക്ക് പോവാണ്. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ മാച്ചായിട്ട് ഇട്ടിട്ടാണ് പോണേട്ടോ. അമ്മ കോമരം തുള്ളാൻ പോണതാണ്, ചുമ്മാ പറഞ്ഞാണേ. റെഡ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമരം തുള്ളാൻ പോവാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. കുഞ്ഞാപ്പി ചക്കറ് നമ്മളിങ്ങോട്ട് പോകുന്നുണ്ട് തമ്പാച്ചിനെ കാണാൻ പോവാനേ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി. ഇതേ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. പക്ഷേ സാധാരണയേക്കാളും തിരക്ക് കുറവായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ ഇങ്ങനെ നടക്കാനേ പറ്റൂല, ആൾക്കാരെ തട്ടി തടഞ്ഞ് എൻ്റെ അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കാറ്. ഈ പ്രാവശ്യം എനിക്ക് കണ്ടിട്ട് തിരക്ക് കുറവായിട്ടേ തോന്നിയേ. അങ്ങനെ അമ്പലമൊക്കെ എത്തി. ഈ വീഡിയോ വന്നേനെ കൊടുങ്ങല്ലൂർ അമ്മേനത്ത് വന്നേക്കണം. എങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മേനെ തോഴ കൊച്ചെങ്ങനെ തമ്പാച്ചിയുടെ തോഴ. കൊടുങ്ങല്ലൂർ അമ്മേനെയൊക്കെ തൊഴുത് വന്നതേ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ കാണിക്കണ അഭ്യാസം കണ്ട് ഞാനൊന്ന് ഞെട്ടി നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും വിശന്നപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായേ. ആ പൊതിച്ചോറ് അവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ അന്തസ് സൂപ്പർ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ശ്വാസം വിട്ട് കഴിഞ്ഞപ്പോൾ ദാടാ പൂരം അങ്ങോട്ട് തുടങ്ങി. പൂരം കുറച്ച് നേരം അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു മഴയും നനഞ്ഞ് പൂരവും കൊളായി. പൂരത്തിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറി നിന്ന്. പൂരം കാണാൻ ആൾക്കാരില്ലാണ്ടായപ്പോൾ ആനയ്ക്ക് നാണാൻ വന്നപ്പോൾ ആനയും നാണിച്ച് പൂരവും നിർത്തി. എന്താ പറയുക, അങ്ങനെ പൂരത്തിന് ആൾക്കാരില്ലാണ്ട് പൂരം നടത്തേണ്ടിയിരുന്നു. പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ കൂടിയിട്ട് പൂരവും നിർത്തി. എൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടി വന്നു. അങ്ങനെ ഒരു സുഖമില്ലാത്ത പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മഴ വന്നത് നല്ല ഇൻട്രസ്റ്റിൽ ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോഴേക്കും മഴ വന്ന് എല്ലാം കൊളാക്കി. അങ്ങനെ പിന്നെ കുഞ്ഞിന് ബലൂണൊക്കെ വാങ്ങിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പനനങ്ക് വാങ്ങിച്ചു കേട്ടോ. പനനങ്ക് വാങ്ങിച്ചു, കരിമ്പ് വാങ്ങിച്ചു, പൊരി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പിക്ക് കളിപ്പാട്ടം തപ്പാൻ വേണ്ടി ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ കളിപ്പാട്ടവും തപ്പി കളിപ്പാട്ടവും വാങ്ങിച്ച് അങ്ങനെ പതിയെ ബസ് പറഞ്ഞുകൊടുത്ത് നടന്നത്. ബസ്സിൽ കയറി ബസ്സിലിരുന്ന് കുഞ്ഞാപ്പീനെ കളിപ്പിച്ച് നേരിട്ടുള്ള ബസ് കിട്ടിയപ്പോൾ സന്തോഷമായി. അപ്പം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞത് അറിഞ്ഞില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്. കുഞ്ഞാപ്പിയുടെ കളിപ്പാട്ടം കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കായിരുന്നു. പറവൂർ ചാലക്കുടി എവിടേക്ക് പോകണം? പറവൂർ പോവാ.